പത്തനംതിട്ട കോന്നിയിലെ പാറമടയിലുണ്ടായ അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശി അജയ് റായിയെ കണ്ടെത്താനുള്ള ദൌത്യം തുടരുന്നു. ഇടിഞ്ഞു വീണ പാറക്കൂട്ടത്തിനടിയിലായി ഹിറ്റാച്ചിയുടെ ക്യാബിൻ ഉയർത്താൻ ഇരുമ്പ് വടം എത്തിച്ചു. അപകടം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും അജയ് റായിയെ പുറത്തെടുക്കാനാകാത്തത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയെന്നും ആരോപണമുയരുന്നുണ്ട്. ഹിറ്റാച്ചി ക്യാബിന് മുകളിൽ വീണ പാറക്കൂട്ടം നീക്കം ചെയ്യാൻ കഴിയാത്തതാണ് രക്ഷാദൌത്യം നേരിടുന്ന പ്രധാന തടസ്സം. 30 ടൺ ഭാരം ഉയർത്താൻ കഴിയുന്ന ക്രെയിൻ എത്തിക്കാൻ ദൌത്യസംഘം ആലോചിച്ചെങ്കിലും ഇടുങ്ങിയ വഴിയിലൂടെ ക്രെയിൻ എത്തിക്കുന്നത് അപകടകരമായതിനാൽ ശ്രമം ഉപേക്ഷിച്ചു. കൂടുതൽ എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് ക്യാബിൻ വലിച്ചു പുറത്തിടാനാണ് ഇപ്പോൾ ദൌത്യസംഘം ആലോചിക്കുന്നത്. ഇതിനായി കരുനാഗപ്പള്ളിയിൽ നിന്നും ഇരുമ്പ് വടം എത്തിച്ചു. അതേസമയം രക്ഷാപ്രവർത്തനം വൈകുന്നതിനെതിരെ മുൻ MLA ജോസഫ് പുതുശ്ശേരി രംഗത്തെത്തി. ഇതര സംസ്ഥാന തൊഴിലാളിയാണെങ്കിലും അപകടത്തിൽപ്പെട്ടത് ഒരു മനുഷ്യനാണെന്ന ഓർമ്മ അധികൃതർക്കുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടത്ര ശുഷ്കാന്തിയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ ആയിക്കോട്ടെ എന്ന് ഉപേക്ഷിച്ച് തള്ളാൻ കഴിയുമോ? ഇത് മനുഷ്യജീവനല്ലേ. ആ മനുഷ്യജീവൻ എന്നുള്ള നിലയിലുള്ള പരിഗണനയും നടപടിയുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. കോന്നി MLA ജനീഷ് കുമാർ ഇതുവരെ അപകടസ്ഥലം സന്ദർശിക്കാഞ്ഞതിലും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ദൌത്യസംഘത്തിനാവശ്യമായ യന്ത്രസാമഗ്രികൾ എത്തിച്ചു നൽകുന്ന നടപടികൾ ജില്ലാ ഭരണകൂടം വൈകിച്ചതാണ് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമായത്. അപകടത്തിൽപ്പെട്ട അജയ് റായിയുടെ ബന്ധുക്കൾ സംഭവസ്ഥലത്തെത്തി. എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിലിൽ അജയ് റായിയെ കണ്ടെത്താനാകുമെന്നാണ് ദൌത്യസംഘത്തിന്റെ പ്രതീക്ഷ. മീഡിയ 1